ചില കോടതി വിധികൾ രാജ്യത്ത് ചർച്ച ചെയ്യപ്പെടുന്നില്ല. അത് ചർച്ച ചെയ്യപ്പെടാതിരിക്കാൻ പലരും അക്ഷീണം പരിശ്രമിക്കുന്നുമുണ്ട്. അതിൽ ഒന്നാം സ്ഥാനത്തുള്ളത് മലയാള മാധ്യമങ്ങളാണ്. അതുമാത്രമല്ല, മറ്റൊരു സർക്കാർ ഉത്തരവും അവർ കണ്ടിട്ടേയില്ല. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രാദേശിക ചാനലുകളും ഓൺലൈൻ പ്രിൻ്റ് മാധ്യമങ്ങളും സജീവമായി നിലനിൽക്കുന്ന ഉപ്പ് മുതൽ ഉട്ടോപ്യ വരെയുള്ള കാര്യങ്ങളിൽ നിലപാടുമുള്ള നമ്മുടെ ചർച്ചാജീവികൾ കാണാതെ പോയ ഒരു വിധിന്യായമാണ് സുപ്രീം കോടതിയുടെ ജൂലൈ 22 തീരുമാനം. കൻവാർ യാത്ര കടന്നുപോകുന്ന വഴിയിലുള്ള കടയുടമകൾ തങ്ങളുടെ പേരും മേൽവിലാസവും കടയുടെ മുന്നിൽ പ്രദർശിപ്പിക്കണമെന്ന ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ് സർക്കാരുകളുടെ ഉത്തരവ് സ്റ്റേ ചെയ്യപ്പെട്ടു. ജസ്റ്റിസ് ഋഷികേശ് റോയും ജസ്റ്റിസ് SV ഭാട്ടിയും ഉൾപ്പെടുന്ന ബെഞ്ചാണ് സ്റ്റേ ചെയ്തത്. ഇതിൻ്റെ ചർച്ചകൾ നിങ്ങൾ ആരെങ്കിലും സജീവമായി നിലനിൽക്കുന്നത് കണ്ടോ? പശ്ചിമ UPയിലെ മുസാഫിർ നഗർ പോലീസ് സൂപ്രണ്ടാണ് വിവാദപരമായ നിർദ്ദേശം ആദ്യം പുറപ്പെടുവിച്ചത്. തുടർന്ന് ആദിത്യനാഥ് സർക്കാർ തന്നെ ഉത്തരവിറക്കുകയാണ് ഉണ്ടായത്. പിന്നാലെ ഉത്തരാഖണ്ഡിലെ BJP സർക്കാരും സമാനമായ നിരോധന ഉത്തരവ് പുറപ്പെടുവിച്ചു. യഥാർത്ഥത്തിൽ നൂറ്റാണ്ടുകളായി ഹിന്ദുക്കൾക്കൊപ്പം ആ പ്രദേശങ്ങളിലെ മുസ്ലിങ്ങളും സഹകരിച്ചും പങ്കാളികളായും വോളണ്ടിയർമാരായി സേവനം നടത്തിയും ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് കൻവാർ യാത്ര. വാരണാസിയിലും ഹരിദ്വാറിലും നിന്ന് ഗംഗാജലം ശേഖരിച്ച് തങ്ങളുടെ പ്രദേശത്തേക്ക് കൂട്ടത്തോടെ കാൽനടയായി ശ്രാവണ മാസാരംഭത്തിൽ ലക്ഷക്കണക്കിന് ശിവഭക്തർ കടന്നുപോകുന്ന ഉത്സവമാണിത്. അതിലാണ് RSS നയിക്കുന്ന BJP സർക്കാരുകൾ വർഗീയതയുടെ വിഷവിത്തുകൾ എറിയാൻ ശ്രമിച്ചത്. മുസ്ലിങ്ങളുടെ കടകൾ ബഹിഷ്കരിക്കാനും തെരഞ്ഞുപിടിച്ച് ആക്രമണം അഴിച്ചുവിടുവാനുമുള്ള RSS പദ്ധതി നടപ്പാക്കാൻ സൗകര്യമൊരുക്കാനാണ് വിവാദമായ ഉത്തരവ് ലക്ഷ്യമിട്ടത്. കഴിഞ്ഞ വർഷം ഈ ഉത്സവവേളയിൽ ചില സ്ഥലങ്ങളിൽ മുസ്ലിങ്ങളുടെ കടകൾക്ക് നേരെ RSSകാർ ആക്രമണം അഴിച്ചുവിട്ടിരുന്നു. ഈ വർഷം അത് വ്യാപകമായും സംഘടിതമായും നടത്തുവാനുള്ള നീക്കമാണ് സുപ്രീം കോടതിയുടെ സ്റ്റേ ഉത്തരവിലൂടെ തടയപ്പെട്ടത്. ആരെതിർത്താലും ഉത്തരവ് നടപ്പാക്കുക തന്നെ ചെയ്യുമെന്ന സംഘപരിവാറിൻ്റെ ധിക്കാരത്തിനാണ് സുപ്രീം കോടതിയിൽ നിന്നും പ്രഹരമേറ്റത്. ഉത്സവാഘോഷങ്ങളെ വർഗീയ ലഹളകൾക്കുള്ള അവസരമാക്കുവാനാണ് RSS ചെയ്യുന്നത്. കൻവാർ യാത്രയോടനുബന്ധിച്ച് വർഗീയ കലാപം അഴിച്ചുവിടുവാനും അതിലൂടെ വർഗീയ ധ്രുവീകരണവും രാഷ്ട്രീയ മുതലെടുപ്പും നടത്തുവാനുമുള്ള RSS നീക്കമാണ് താൽക്കാലികമായെങ്കിലും സുപ്രീം കോടതി ഉത്തരവിലൂടെ തടയപ്പെട്ടത്. തിരഞ്ഞെടുപ്പിലേറ്റ തിരിച്ചടി സംഘപരിവാർ ശക്തികളെ കൂടുതൽ അക്രമാസക്തമാക്കിയിരിക്കുകയാണെന്ന് വേണം കരുതേണ്ടത്. ഇന്ത്യയുടെ മതനിരപേക്ഷ ഭരണഘടന തന്നെ പൊളിച്ചെഴുതി ഇന്ത്യയെ ഹിന്ദുത്വ രാഷ്ട്രമാക്കുവാനുള്ള നീക്കത്തിനാണ് ഇന്ത്യൻ ജനത ജനവിധിയിലൂടെ തടസ്സം സൃഷ്ടിച്ചത്. അതിൽ നിരാശനായ RSS രാജ്യത്ത് കൂടുതൽ വർഗീയ ആക്രമണങ്ങൾ അഴിച്ചുവിട്ട് ചേരിതിരിവുണ്ടാക്കുവാനാണ് ശ്രമിക്കുന്നത്. RSSൻ്റെ വർഗീയ പദ്ധതികളുടെ പരീക്ഷണശാലയായി അറിയപ്പെടുന്ന ഗുജറാത്ത് മോഡൽ ആക്രമണങ്ങൾ രാജ്യത്താകെ വ്യാപകമാക്കുവാനുള്ള നീക്കത്തിനെതിരെ മതനിരപേക്ഷ ജനാധിപത്യ ശക്തികൾ നിതാന്ത ജാഗ്രത പാലിക്കണമെന്നാണ് ഈ സംഭവം ഓർമ്മിപ്പിക്കുന്നത്. എപ്പോഴും കോടതിയുടെ കരുതലും കാവലും ലഭ്യമാകണമെന്നില്ല. കാരണം BJP നേതൃത്വത്തിലുള്ള സംസ്ഥാന സർക്കാരിൽ നിന്ന് ഉത്തരവുണ്ടാകുന്നതിന് മുമ്പ് തന്നെ പോലീസിൽ നിന്നും ജില്ലാ ഭരണ സംവിധാനത്തിൽ നിന്നും നിർദ്ദേശമുണ്ടാകുന്ന അത്യന്തം അപകടകരമായ അവസ്ഥയും ഇവിടെയുണ്ട്. മതനിരപേക്ഷമായ ഭരണഘടന നിലനിൽക്കുന്ന രാജ്യത്ത് അതനുസരിച്ച് മാത്രം പ്രവർത്തിക്കാൻ ബാധ്യസ്ഥരായ ഉദ്യോഗസ്ഥ സംവിധാനം തന്നെ വർഗീയതയുടെ വാൾ വീശി ഉറഞ്ഞു തുള്ളുന്നത് രാജ്യത്തിൻ്റെ ഭരണ സംവിധാനത്തിനാകെ സംഘപരിവാർ പിടിമുറുക്കിയതിൻ്റെ സൂചനയാണ്. ഈ പശ്ചാത്തലത്തിൽ വേണം സർക്കാർ ഉദ്യോഗസ്ഥർ RSS പ്രവർത്തകരാകുന്നതിനെതിരെയായ വിലക്ക് നീക്കം ചെയ്ത കേന്ദ്ര സർക്കാർ ഉത്തരവിനെ മനസ്സിലാക്കേണ്ടത്. ഇതും കേരളത്തിലെ നിഷ്പക്ഷ ബുദ്ധിജീവികൾ ചർച്ച ചെയ്തിട്ടില്ല. ഔദ്യോഗികവും നിയമപരവുമായ പരിവേഷത്തോടെ ഇന്ത്യയുടെ ഭരണ സംവിധാനമാകെ വർഗീയതയുടെ സംഘപരിവാറിൻ്റെ പിടിയിൽപ്പെടുത്തുവാനുള്ള നീക്കത്തിൻ്റെ ഭാഗമാണ് ആ ഉത്തരവ്. കേന്ദ്ര സംസ്ഥാന സർക്കാർ സർവീസുകളെ വർഗീയവൽക്കരിക്കുവാനുള്ള ആസൂത്രിതമായ നീക്കമാണ് നരേന്ദ്രമോദിയുടെ മൂന്നാം വരവിൽ ഇപ്പോൾ നാം കാണുന്നത്. കോർപ്പറേറ്റ് താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് അനുയോജ്യമായി സ്വേച്ഛാധിപത്യ ഭരണ സംവിധാനം പടുത്തുയർത്താൻ വർഗീയ ധ്രുവീകരണത്തിലൂടെ പശ്ചാത്തലമൊരുക്കാനാണ് ഇപ്പോൾ സംഘടിതമായ ശ്രമം നടന്നു വരുന്നത്. എതിർ ശബ്ദങ്ങളെ തടയാനും ജനകീയ പ്രതിഷേധങ്ങളെ അടിച്ചമർത്താനും അനായാസം പറ്റുന്ന വിധം രാജ്യത്തിൻ്റെ ഭരണ സംവിധാനത്തെ തന്നെ കരുപ്പിടിപ്പിക്കുന്നതിൻ്റെ ഭാഗമായുള്ള നിയമ ഭേദഗതികളെയും സർക്കാർ സർവീസിൽ RSSന് ഏർപ്പെടുത്തിയിരുന്ന വിലക്ക് നീക്കം ചെയ്തതിനെയുമെല്ലാം ഒരേ അജണ്ടയുടെ ഭാഗമായാണ് കാണേണ്ടത്.
ഈ മഹാവിപത്തിനെതിരെ രാജ്യത്ത് നിലനിൽക്കുന്ന ജനാധിപത്യ മതനിരപേക്ഷ സംവിധാനത്തെ തകർക്കുവാനുള്ള നീക്കത്തിനെതിരെയുള്ള മുന്നേറ്റമാണ് ഉയർന്നു വരേണ്ടത്.